എല്ലാ മാധ്യമങ്ങളും പോക്സോ കേസിൽ ശ്രീലേഖ പ്രതിയായി എന്നും പറഞ്ഞാണ് വാർത്തകൾ ഹൈപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പോക്സോ അല്ല കേസ്. പോക്സോയിൽ ഉള്ള ശിക്ഷയെക്കാളും 4 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് BNS 72. യൂട്യൂബ് ചാനലിൽ കൂടെ ആ കേസ് അന്വേഷിച്ച ശ്രീമതി ശ്രീലേഖ തന്നെയാണ് ആ കുട്ടി മൈനറാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ യൂട്യൂബ് ചാനലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ ഈ പരാതി കൊടുത്ത ദിവസങ്ങളിൽ ഒന്നും ശ്രീമതി ശ്രീലേഖ അവർ BJPയിൽ ഉണ്ടായിരുന്നില്ല, ഒരു വാർഡ് സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല. ഞങ്ങൾ ശ്രീമതി ശ്രീലേഖെതിരെ മാത്രമല്ല ഇത്തരം കേസുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ കാക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ ആണ് ശ്രീമതി ശ്രീലേഖ അന്നേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. മുൻ വനിതാ DGPയും നിലവിൽ BJP കൗൺസിലറുമായ R. ശ്രീലേഖയ്ക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ശ്രീലേഖ യൂട്യൂബ് ചാനൽ വഴി അതിജീവിതമാരുടെ പേരും മറ്റ് വിവരങ്ങളും പുറത്തുവിട്ടു എന്നുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ FIRൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്രീലേഖ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കാരണം വളരെ വലിയ വിവാദമായിരിക്കുന്നു ഈ ഒരു വിഷയം. ഈ പരാതി, അതായത് ഇത്തരത്തിലൊരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള കാരണമായ, അതായത് ഈ ഒരു പരാതി നൽകിയത് ആരാണ് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഈ പരാതിക്ക് പിന്നിലുള്ള കാരണം എന്താണ്? രാഷ്ട്രീയ പ്രേരിതമാണോ ഇത്തരത്തിലൊരു പരാതിയും കേസും എന്നെല്ലാം തന്നെയാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ ഒരു വിഷയത്തിൽ ശ്രീലേഖയ്ക്കെതിരെ പരാതി നൽകിയ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റിയുടെ സ്ഥാപക സെക്രട്ടറിയായ R. ജയചന്ദ്രൻ മറുനാടനൊപ്പം ചേരുകയാണ്. ഞങ്ങൾ ഫോർമലായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഒക്ടോബർ 5-ാം തീയതിയാണ്. 2025 ഒക്ടോബർ 5-ാം തീയതിയാണ് ആദ്യത്തെ പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. അത് ചില സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന ചാനലിൽ ചില എപ്പിസോഡുകളിൽ ഇരകളും മരണപ്പെട്ട ഇരകളുടെ പേര് വെളിപ്പെടുത്തിയെന്നുള്ളതാണ് അതിനാസ്പദമായ കാരണം. അതുപോലെ തന്നെ ശ്രീലേഖ IPS എന്ന് പറഞ്ഞൊരു ബ്ലോഗുണ്ട്, അതിനകത്തും ഈ വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി. രണ്ടാമത്തെ പരാതി വേറെ ഒരു വീഡിയോയും കൂടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒക്ടോബർ 7-ാം തീയതി കൊടുത്തു. ഈ 2 പരാതിയും കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നടപടിയുണ്ടായി, താരോട്ട് അന്വേഷണത്തിന് വിട്ടു. എന്നിട്ടും പോലീസ് കുറേ ദിവസം അനങ്ങാതിരുന്നപ്പോൾ 24-ാം തീയതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ൽ ഞങ്ങൾ CMP ഫയൽ ചെയ്തു. CMP നമ്പർ 5695 2025. 2022-ലാണ് ഇത്തരത്തിലൊരു വീഡിയോ ശ്രീലേഖ ചെയ്തത് എന്ന് പറയുന്നു. 2025-ലാണ് ഈ ഒരു സംഘടന പരാതി നൽകിയത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാലതാമസം വന്നത് എന്നുള്ളതാണ് ശ്രീലേഖ ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത്. അതിനുള്ള ഒരു ഉത്തരം ശ്രീമതി ശ്രീലേഖ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ട് അത് കാണാതെ പ്രതികരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇത് ബ്ലോഗ് സ്പോട്ടിൽ വന്നത് 2016-ലാണ്, 22-ലുമല്ല. ശ്രീലേഖ എന്ന് പറയുന്ന IPS എന്ന് പറയുന്ന ബ്ലോഗിൽ വന്നത് 2016-ലാണ്. അതിനുശേഷം 2022-ലും പിന്നീട് 24-ലും എല്ലാം ഇത്തരത്തിലുള്ള സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇത്തരം പേരുകൾ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് താമസം വന്നതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഇപ്പോഴും ഓൺലൈനിലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ പരാതി കൊടുക്കുന്ന സമയം വരെയും ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആയതുകൊണ്ട് അത് നിയമത്തിൻ്റെ കണ്ണിൽ അത് കണ്ടിന്യൂയിങ് ഒഫൻസാണ്.
അത് പണ്ട് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു പോകുന്നില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ഓഫൻസ്. അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തത്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് FIR-ലാണ് ഇത്തരത്തിൽ മൈനർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നോ അല്ലാതെ ഈ കുട്ടിക്ക് 20 വയസ്സ് ആയിട്ടുണ്ട് എന്നുമാണ് ശ്രീലേഖ പറയുന്നത്. അതിലുള്ള യാഥാർത്ഥ്യം എന്താണ്? അതെപ്പോൾ പറഞ്ഞു? ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാ മാധ്യമങ്ങളും പോക്സോ കേസിൽ ശ്രീലേഖ പ്രതിയായി എന്നും പറഞ്ഞാണ് വാർത്തകൾ ഹൈപ്പ് ചെയ്തിരിക്കുന്നത്. പോക്സോയിലെ ഒരു വകുപ്പ് ഇതിലുണ്ട്. പോക്സോ ആക്ട് സെക്ഷൻ 23-യും അതിൻ്റെ ഉപവകുപ്പുകളും ഉണ്ട്. അതിലെ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസമൊക്കെ ഉള്ളൂ. മൈനറിൻ്റെ പേര് ഡൈവേർജ് ചെയ്താൽ പോക്സോ ആക്ട് പ്രകാരമുള്ള ശിക്ഷ അത്രയേ ഉള്ളൂ. BNS 72 എന്ന് പറയുന്ന അതിനേക്കാളും ഗ്രേവറായിട്ടുള്ള ഒരു ഓഫൻസും വകുപ്പുമാണ് ഇതിനകത്തുള്ളത്. അത് എന്തുകൊണ്ടോ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് 2 വർഷവും ഫൈനുമാണ് അതിൻ്റെ ശിക്ഷ. അതാണ് ഇതിലെ മെയിൻ ഓഫൻസ്. പിന്നെ മൈനറുടെ പേരെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ കൂടെ ആ കേസ് അന്വേഷിച്ച ശ്രീമതി ശ്രീലേഖ തന്നെയാണ് ആ കുട്ടി മൈനറാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ യൂട്യൂബ് ചാനലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ അവർ ആ കുട്ടി മൈനർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പോലീസും അവരും തമ്മിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് പോക്സോ അല്ല കേസ്. പോക്സോയിൽ ഉള്ള ശിക്ഷയെക്കാളും 4 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് BNS 72. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള വകുപ്പ്. ഈ മരിച്ചുപോയ ഈ ഇരകളായതുകൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മ്യൂസിയം SHO എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്. മരണപ്പെട്ട വ്യക്തികളുടെ പേര് വെളിപ്പെടുത്തുന്നത് ഒഫൻസാണ്. ഇത് BNS 72-ൽ ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൺ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ 64 മുതൽ 71 BNS വരെയുള്ള ഒഫൻസുകളിലെ വിക്ടിംസിൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അല്ലാതെ ഏത് മൊളസ്റ്റേഷൻ കേസിൻ്റെയും അല്ല. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിക്ടിംസ് മരിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ രേഖാമൂലം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഈ പേർപ്പസിന് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു NGOയ്ക്ക് എഴുതി കൊടുത്ത് ആ NGO വഴി മാത്രമേ ഈ വിക്ടിമിൻ്റെ മരിച്ചുപോയ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടുള്ളൂ. സ്വന്തക്കാർക്ക് നേരിട്ട് വെളിപ്പെടുത്താൻ പോലും പറ്റില്ല. BNS 72 വായിച്ചാൽ സ്വന്തക്കാർക്ക് നേരിട്ട് പോലും ഇതിനകത്ത് പറയുന്നത് ഫോർ ദ പേർപ്പസ് ഓഫ് ദി സബ്സെക്ഷൻ റെക്കഗ്നൈസ് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ മീൻസ് എ സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ recognized in this behalf by the central government or the state government എന്നാണ്. അപ്പോൾ where the victim is dead or a child or of unsound mind, ഈ 3 കണ്ടീഷൻസ് ആണ്. വിക്ടിം മരിച്ചുപോയി, അല്ലെങ്കിൽ കുട്ടി, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ്. by or with the authorization in writing of the next of kin in victim next of kin of the victim മാത്രമേ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അത് ഈ റെക്കഗ്നൈസ് provided that no such authorization shall be given by the next of kin to anybody other than the chairman or secretary by whatever name called of any recognized welfare institution or organization. അതിനെയാണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഈ പേർപ്പസിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്യുക. ഉദാഹരണത്തിന് ഞങ്ങളുടെ NGO റെക്കഗ്നൈസ്ഡ് അല്ല, ഞങ്ങളുടെ NGO ഒരു പേര് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മരിച്ചുപോയവരുടെ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ഉള്ളവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അവരുടെ ഐഡൻറ്റിറ്റി കുറേ കൂടെ കെയർ എടുത്താണ് ഈ ലെജിസ്ലേഷനിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. ബന്ധുക്കൾക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ അവർക്ക് എഴുതി കൊടുക്കുമ്പോൾ അവർ ഭവിഷ്യത്തുകൾ
ഈ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കും. ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ മരിച്ചുപോയവർക്കും ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട്. ഒരു വ്യക്തി മരിച്ചു പോയാലും ആ വ്യക്തി ഒരു മനുഷ്യനായിരുന്നു. ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പേര് വലിച്ചു കീറി പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാർലമെൻറ്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ഇത് പഴയ 228 IPC ആണ്. അത് BNS ആയി പുതിയ നിയമം വന്നപ്പോൾ 72 BNS ആയി എന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിലൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ ലഭിക്കുക? ശിക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BNS 72 മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 2 വർഷവും ഫൈനുമാണ്. പിന്നെ ഫസ്റ്റ് കൺവിക്ഷനിൽ അത്രയൊന്നും കിട്ടൂല. സാധാരണഗതിയിൽ ഫസ്റ്റ് കൺവിക്ഷന് കിട്ടൂല. പക്ഷേ ഇതുപോലത്തെ കേസിൽ റിപ്പീറ്റഡായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മനസ്സിലാക്കുന്നത് ഈ ചാനൽ സസ്നേഹം ശ്രീലേഖ എന്ന് പറഞ്ഞ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. അതിൽ നിന്നും തെറ്റില്ലാത്തൊരു വരുമാനമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് ആധികാരികമായി പറയാൻ ഒക്കില്ല. ബാങ്ക് അക്കൗണ്ടൊക്കെ പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ശ്രീലേഖ ആരോപിക്കുന്നത്. ഇതിനുള്ള മറുപടി എന്താണ്? സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് 1997 ഞങ്ങൾ ഈ സംഘടന രൂപീകരിക്കാനുള്ള കാരണം തന്നെ 18/12/1996 സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് നിർണായകമായ ഒരു വിധിന്യായത്തിൽ 11 അറസ്റ്റ് മെമ്മോ അടക്കമുള്ളത് സുപ്രീം കോടതി നിർബന്ധമാക്കുന്നത്. അന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഞങ്ങൾ. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെയും കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടക്കം പല പോലീസ് സ്റ്റേഷനുകളുടെയും നടയിൽ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്. ഈ DK ബസു അറസ്റ്റ് കഴിഞ്ഞ് ഒരുപാട് കാശ് ചിലവാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ 1997 കേരള പോലീസ് ഇത് നടപ്പാക്കണില്ല എന്ന് പറഞ്ഞ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട EK നയനാർ അസംബ്ലിയുടെ രേഖകൾ പരിശോധിച്ചാൽ DK ബസു ഗൈഡ് ലൈൻസ് കേരളത്തിൽ നടപ്പാക്കണില്ല എന്ന് പരാതിപ്പെട്ടിട്ടുള്ള ഏക സംഘടന സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ സൈലൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോലീസ് അട്രോസിറ്റീസിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പോലീസ് അട്രോസിറ്റീസിന് ഇരയായിട്ടുള്ള കേരളത്തിലുള്ള 100 കണക്കിന് വിക്ടിംസിന് ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് അറിയാം. കാരണം ഞങ്ങൾ ധനസഹായവും ലീഗൽ എയ്ഡും എല്ലാം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിക്ക് പോകാറില്ല. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഈ പരാതി കൊടുത്ത ദിവസങ്ങളിലൊന്നും ശ്രീമതി ശ്രീലേഖ അവർ BJPയിലുണ്ടായിരുന്നിരിക്കാം, ഒരു വാർഡ് സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ കോടതി പോയ സമയത്തും 24/10 കോടതി പോയ സമയത്തും ശ്രീമതി ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടില്ല. നവംബർ മാസമാണ് ആകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ശ്രീമതി ശ്രീലേഖ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ, ഞാനിന്നിപ്പോൾ ഇവിടെ BJP ആസ്ഥാനത്ത് വരുമ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അവർ പോലും നവംബർ മാസം BJP ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ആ മീറ്റിങ്ങിന് വരുമ്പോൾ ശ്രീമതി ശ്രീലേഖ അവർ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുമ്പോൾ അതിന് 1 മാസം മുമ്പ് ഈ പാവപ്പെട്ട ഞാനെങ്ങനെ അറിയുന്നത്? അപ്പോൾ ഇതിലെന്താ രാഷ്ട്രീയം? 2, ഞങ്ങൾ ശ്രീമതി ശ്രീലേഖയെ മാത്രമല്ല, അവർക്കെതിരെ മാത്രമല്ല ഇത്തരം കേസുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് DGPയുടെ അടുത്ത് നവംബർ മാസം ഇന്ത്യൻ സുപ്രീം കോടതി, നമ്മുടെ രാജസ്ഥാൻ സംസ്ഥാനമാണെന്നാണ് എൻ്റെ ഓർമ്മ, ശരി ആണ്, രാജസ്ഥാനാണോ മഹാരാഷ്ട്രയാണോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, അവിടുത്തെ DGPക്കും ചീഫ് സെക്രട്ടറിക്കും ഇതുപോലെ വിക്ടിംസിൻ്റെ ഐഡൻറ്റിറ്റി ഡൈവേർജ് ചെയ്തിട്ടുള്ള സകലമായ യൂട്യൂബേഴ്സിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവ് കൊടുത്തു. അതിൻ്റെ പകർപ്പോടുകൂടി ഞാൻ കേരള DGPക്ക് എല്ലാ യൂട്യൂബേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി സൈബർ സെല്ല് ക്ലോസ് ചെയ്തെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങളത് റീഓപ്പൺ ചെയ്യിക്കും.
ഇത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എതിരെ FIR രജിസ്റ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. എനിക്ക് വിനയപുരസ്സരം യൂട്യൂബേഴ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഞങ്ങളുടെ സംഘടനയുടെ ടീം ചാനലുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയും. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിലവിൽ പരാതി കൊടുക്കുന്ന സമയത്ത് അതിജീവിതമാരുടെ കുടുംബത്തിന്റെ സപ്പോർട്ടോ മറ്റോ ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു? പരാതി കൊടുക്കുന്ന സമയത്ത് ആരുടെ സപ്പോർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അതിജീവിതകളല്ല ഇത്, മരണപ്പെട്ട ഇരകളാണ്. 5 പേര്. ഒന്ന് നിർഭയ, ഡൽഹിയിലെ നിർഭയ കുട്ടി 2016 ബ്ലോഗിൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞു. പിന്നെ കുറുപ്പുംപൊടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം, ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത ആ കുട്ടിയുടെ പേരും ആ ബ്ലോഗിൽ പറഞ്ഞു. ആ ബ്ലോഗിൻ്റെ ടൈറ്റിൽ തന്നെ, ഹെഡിങ് തന്നെ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ്. അതിനകത്ത് അന്ന് സർവീസിലിരിക്കുന്ന ശ്രീമതി ശ്രീലേഖ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഇസ് ഇൻ ദർ എ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡയറക്റ്റീവ് that prohibits publishing the names of the victims എന്ന്. അപ്പോൾ അവർക്കതറിയാം. എന്നിട്ട് തന്നെ അവരതിൽ പറയുന്നു, ഇവർക്കൊക്കെ ഇപ്പോൾ ഒരു പേര് കിട്ടിയത് മാധ്യമങ്ങൾ കാരണമാണ്, മാധ്യമങ്ങൾക്ക് നന്ദി. അപ്പോൾ അന്നേ താൻ നിയമം ലംഘിക്കുകയാണ്, ഇന്ത്യൻ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ്, നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഭരണഘടനയിലുള്ള പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയാണ് ആർട്ടിക്കിൾ 21. അതിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ കാക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഞാൻ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ ആണ് ശ്രീമതി ശ്രീലേഖ അന്നേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഇന്നലെ ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എപ്പിസോഡ് 80 വേറെ ഒരു എപ്പിസോഡും അവർ സസ്നേഹ ശ്രീലേഖയിൽ നിന്നും വാനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ ചെയ്തത് തെറ്റാണ്. മാത്രമല്ല അവർ എപ്പിസോഡ് 115 അതിപ്പോഴും ഉണ്ട്, നിങ്ങൾ എടുത്തു വെച്ച് വീക്ഷിച്ചാൽ. വേറെ ഒരു സെക്സ് ക്രൈമിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്നോട് പേര് ചോദിക്കരുത്, പേര് പറയുന്നത് നിയമലംഘനമാണ്. അപ്പോൾ താൻ നിയമലംഘനമാണ് നടത്തുന്നതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് ആ ഓഫീസർക്ക് അറിയാം. എന്നിട്ടും എന്നോട് ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവരിത് ചെയ്തത്. അതെനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടു. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ പ്രവൃത്തി നിങ്ങൾ ചിന്തിക്കണം. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. വിക്ടിമിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ പറയുന്നത്, ചില ചാനൽസ് പറയുന്നത് ശ്രീലേഖ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ ജയിലിൽ പോകുമെന്ന്. ഇത് അറസ്റ്റ് ചെയ്താൽ ശ്രീലേഖയുടെ മനുഷ്യാവകാശ ലംഘനമാണ്. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ജൂലൈ 2, 2014 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നതോടുകൂടി ഇതിനകത്ത് നോൺ ബെയിലബിൾ 7 വർഷത്തിന് മുകളിലുള്ളതൊഴിച്ച് 7 വർഷമോ അതിൽ താഴെയോ ഇതിനകത്ത് നോൺ ബെയിലബിൾ എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഡീംഡ് ബെയിലബിളായി. പല TV ചാനലിലും ആക്രോശിക്കാറുണ്ട്, പോലീസ് ഇന്ന വകപ്പെട്ടു, ജാമ്യമില്ല വകപ്പെട്ടു. ഇതെല്ലാം ഡീംഡ് ബെയിലബിളാണ് എന്ന് പറഞ്ഞാൽ പോലീസ് BNSS 35(3) നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി 2 പേരുടെ ആൾ ജാമ്യത്തിൽ അറസ്റ്റ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്ത് സ്റ്റേഷൻ ബെയിൽ കൊടുത്തയക്കണം. അങ്ങനെ വിട്ടയച്ചില്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമാണ്, സുപ്രീം കോടതിയുടെ കണ്ടംപ്റ്റാണ്, പോലീസ് കുഴപ്പത്തിലാകും. പക്ഷെ ഇവരുടെ കേസിൽ അതിനൊരു എക്സെപ്ഷൻ വന്നിരിക്കുകയാണ്. ആ എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
ഫർദർ ഇൻവെസ്റ്റിഗേഷന് കസ്റ്റോഡിയൽ ഇൻറ്ററോഗേഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ പ്രലോഭിപ്പിക്കാനോ സാധ്യതയുണ്ട്. കംപ്ലൈൻറ്റിനെയോ വിക്ടിമിനെയോ സ്വാധീനിക്കാനോ പ്രലോഭിപ്പിക്കാനോ സാധ്യതയുണ്ട്, ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എവിഡൻസ് ടാമ്പർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആബ്സ്കോണ്ട് ചെയ്യും. ഇങ്ങനെ 4-5 എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ഇവിടെ അവർ ആ എപ്പിസോഡ് 80 അടക്കമുള്ളത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഗിൽറ്റ് ഇസ് പ്രൂവ്ഡ്. അവർ എവിഡൻസ് ടാമ്പർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും കേസിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. നിലവിൽ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ഈ ഇരകളുടെ പേര് മുമ്പേ പൊതുസമൂഹത്തിന് മുൻപിൽ ഇല്ലേ എന്നുള്ളതാണ്. പിന്നെ അതെങ്ങനെയാണ് കുറ്റമാവുക എന്നുള്ളത്? തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ആ കുറുപ്പൻപൊടി റേപ്പ് കേസിൽ മരിച്ചുപോയ പെൺകുട്ടി ഒരു നിയമവിദ്യാർത്ഥിയായിരുന്നു. ആ കുട്ടിയുടെ കോളേജിലെ ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളും ഇവിടുത്തെ യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസും DYFIയും എല്ലാം കേരളത്തിലുടനീളം ആ കുട്ടിയുടെ പടവും പേരും വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അവർക്ക് നിയമം അറിഞ്ഞുകൂടാ. അന്നും ഞാൻ അതുപോലത്തെ ചില വ്യക്തികൾക്ക് ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഈ പേരുകൾ, അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളും പലപ്പോഴും ഈ പേരുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റുള്ളവരെല്ലാം ഈ കുറ്റം ചെയ്യുന്നു, ഞാനും ചെയ്തു എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത് കുറ്റമാണ്, മറ്റുള്ളവർ പലരും ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞുകൂടാത്ത ചെയ്യുന്നവരാണ്. അതും എക്സ്ക്യൂസ് അല്ല. ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്, ഇഗ്നോറൻഷ്യ ജുറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ഈ നിയമങ്ങളെല്ലാം മനഃപ്പാഠമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്തു എന്നുള്ളതാണ്. ഒരു പോലീസ് ഓഫീസർ ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം കൂടും. അപ്പോൾ ഗുജറാത്തിൽ ചോദിക്കുന്നത് പോലെ ആയിപ്പോകും. ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾ 10,000-2,000 പേരെ ചുട്ടുകൊന്നതും ബലാത്സംഗം ചെയ്തത് എന്ന് ചോദിക്കുന്ന ലോജിക്. ഇപ്പം ഇസ്രയേൽ പറയുന്നത് ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ആക്രമിച്ചത് കൊണ്ടാണ് ഞങ്ങൾ 10,000 കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടുകൊല്ലുന്നത് എന്ന് പറയുന്ന ലോജിക്കാണ്. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്തു എന്ന് പറയുന്ന ലോജിക്ക്. പക്ഷേ ആരും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഈ കേസ് കൊടുത്തതിൻ്റെ തന്നെ ഒരു ഉദ്ദേശം സമൂഹം മനസ്സിലാക്കണം. ഇരയാക്കപ്പെട്ടവർക്ക്, അതിജീവിതകൾക്ക് അവർക്ക് ആത്മാഭിമാനമുണ്ട്, അവർക്കൊരു റൈറ്റ് ടു ലീഡ് ദർ ലൈഫ്സ് ഇൻ പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള വ്യക്തികളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും പൊതു ഇടങ്ങളിൽ ഈ പേരുകൾ വെളിപ്പെടുത്താൻ പാടില്ല.